ആദ്യം മുതൽ അടക്കണം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. വണ്ടി ഇപ്പൊ 2012 എടുത്ത വണ്ടി എന്റേത്. അപ്പൊ നമ്മൾ ഇതുവരെ ടാക്സ് അപ്പൊ നമ്മളിത് ഓടി കുടുങ്ങില്ല. ടാക്സ് അടക്കേണ്ട ടൈമിൽ ടാക്സ് അടക്കണം. ആ ഒന്നിച്ച് അടക്കുമ്പോഴാണ് ഇപ്പം ഈ 2026 പ്രാബല്യത്തിൽ വന്ന 2026 മുതൽ അടച്ചു വരുമ്പോ നമുക്ക് ബാധ്യതയല്ല. ഇത് ഓർച്ചന്റെ ക്ഷേമനിധി അടക്കുന്നതിനെ പറ്റി കണ്ട ഒരു വീഡിയോ ആണ്. പക്ഷെ ക്ഷേമനിധി ശരിക്ക് വണ്ടി ഉള്ള കാലത്ത് മുതലേ ഉണ്ട്. പക്ഷെ അത് ആരും അടച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ പിടിച്ചാണ് നിങ്ങൾക്ക് 10-15 കൊല്ലത്ത് അടക്കാൻ പറ്റില്ലാണെങ്കിൽ ഇത് തുടക്കത്തിൽ മാസത്തിന് 50 റുപ്യ വരുന്നുള്ളൂ. ഞാൻ സർക്കാർ കുറ്റം പറയാൻ ഇത് മോശമാക്കാന്നല്ല. എങ്ങനെ വെച്ചാൽ ഞാൻ ലീഗുകാരനാണ്. സത്യം പറയാലോ, ഈ ക്ഷേമനിധി എന്ന് പറഞ്ഞത് അത് ഈ വണ്ടികൾ ഇറങ്ങി അന്ന് മുതലേ ഉള്ള കാര്യം, കാലങ്ങളായിട്ടുള്ള കാര്യമാണ്. അത് സർക്കാർ നിർബന്ധമാക്കിയിട്ടും കുറേ കാലമായി. നിങ്ങൾ കുറേ ആൾക്കാർ ടാക്സ് ഒന്നും വെട്ടിച്ച് ഇതാക്കിയാണ്, ടാക്സ് മാത്രം അടക്കും, ക്ഷേമനിധി അടക്കാൻ അങ്ങനെ മുങ്ങി നടന്ന് സത്യമായിട്ട് അവസ്ഥ അതാണ്. അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ എന്താ ടാക്സ് മാത്രം അടക്കും. ഒരു മാസത്തിന് 50 രൂപ ക്ഷേമനിധി വരുന്നുള്ളൂ. അത്രയും കൊല്ലം പെൻഡിങ് വെച്ചാൽ നല്ലൊരു സംഖ്യ ആവും. അതൊക്കെ പക്ഷെ നമ്മളൊക്കെ വണ്ടിക്ക് ഫുള്ള് ക്ലിയർ ആണ്. ഞങ്ങളുടെ നാട്ടിലത്തെ വണ്ടികളൊക്കെ നോക്കണമെങ്കിൽ ഒരുവിധം വണ്ടിക്കൊക്കെ ക്ഷേമനിധി ക്ലിയർ ആണ്. എല്ലാവരും അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് മുന്നേ കൊറോണ ടൈമിൽ ആദ്യം 2000 റുപ്യ കിട്ടി, പിന്നെ ഒരു 1000 റുപ്യ കിട്ടി. ഇതൊക്കെ ക്ഷേമനിധി അടിച്ചുകൊണ്ട് കിട്ടുകയാണ്. പിന്നെ ഇത് കൊണ്ട് വേറെ കുറേ ആനുകൂല്യങ്ങളുണ്ട്. മക്കളെ കല്യാണം വരുമ്പോൾ അങ്ങനെയൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ സർക്കാരിനെ കുറ്റം പറയും. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ചെയ്യണം ക്ഷേമനിധിയും കാര്യമൊക്കെ. അല്ലാതെ സർക്കാരിന് ഗുണം ഉണ്ടായിട്ട് അങ്ങനെയൊന്നുമില്ല. മാസത്തിൽ 50 റുപ്യ വരുന്നുള്ളൂ. അത് അടിച്ചു പോരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ നിങ്ങൾ ഇത്രയും കാലം അടക്കാതെ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ വന്നുകാണ്ട് അങ്ങനെ അടക്കണം സർക്കാർ ഇങ്ങനെ പറഞ്ഞതൊക്കെ ഇതിൻ്റെ മുന്നേയും കുറേ വട്ടം നിയമം മാറി മറിഞ്ഞതൊക്കെ വന്നതാണ്. അപ്പോൾ എന്താ ഫസ്റ്റ് തന്നെ ക്ലിയർ ആക്കി പോയി ചെറിയ പ്രശ്നമില്ല. ഒരുവിധം 90% വണ്ടിക്ക് നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേമനിധി അടിച്ചു പോകുന്ന വണ്ടികളാണ്. നമ്മൾ കച്ചവട വണ്ടി ആണെങ്കിലും എടുക്കുമ്പോഴൊക്കെ ക്ഷേമനിധി വണ്ടികളിപ്പോൾ കിട്ടുന്നുള്ളൂ. നമ്മൾ മര്യാദയ്ക്ക് അടിച്ചു പോയാൽ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. അതിൻ്റെ പിന്നാലെ കുറേ ഗുണമുള്ള കാര്യങ്ങളുണ്ട്. അത് അപ്പിൽ പോയാൽ നമ്മൾ കൊറോണ ടൈമിലൊക്കെ 3000 റുപ്യ ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലത്തെ വണ്ടിക്കാരൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്ഷേമനിധി അടക്കൽ നമ്മളെ ആവശ്യമെന്ന് മനസ്സിലാക്കുക. അല്ലാതെ സർക്കാർ മേത്ത് വെച്ചെടുക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉപകാരം ഉണ്ടാവും. ഓക്കെ.